കേരളത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. എന്തുകൊണ്ട് രാജ്യം ശ്രദ്ധിക്കുന്നു വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 സീറ്റിൽ ഏകദേശം 35 സീറ്റുകൾ BJPക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 51 ആക്കാൻ കഴിഞ്ഞാൽ 52 ആക്കാൻ കഴിഞ്ഞാൽ BJP ഭരിക്കും. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം വലിയ തോതിലാണ് അതിനുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കി വലിയ പബ്ലിസിറ്റിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ പിടിക്കും, അങ്ങനെ പിടിച്ചാൽ അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും BJPയുടെ ഒരു പൊന്തൂലായി മാറും. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10 സീറ്റാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യമായി അവർക്ക് സീറ്റില്ല, കേവലം 10 സീറ്റാണുള്ളത്. അവരുടെ സീറ്റുകൾ മുഴുവൻ കൊണ്ടുപോയിരിക്കുന്ന BJPയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ 10 സീറ്റിൽ നിന്ന് 51 സീറ്റിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ശബരിനാഥ്, മുൻ MLA ആയിട്ടുള്ള ശബരിനാഥിനെ, KS ശബരിനാഥിനെ നിർത്തിക്കൊണ്ട് 51 സീറ്റ് പിടിക്കുന്നത് എങ്ങനെ എന്നുള്ള ചർച്ചയിലാണ് ഞാനിവിടെ ഇന്ന്. പിന്നെ അതുപോലെ CPM ആണെങ്കിൽ രാഷ്ട്രീയ പോരാട്ടം എന്നുള്ള നിലയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെയാണ് നിർത്തിയിരിക്കുന്നത്, സെലിബ്രിറ്റികളെ ഒന്നും നിർത്തിയിട്ടില്ല. അതേസമയം അപ്പുറത്താണെങ്കിൽ പത്മിനി തോമസിനെയും ശ്രീലേഖ IPSനെ പോലുള്ള സെലിബ്രിറ്റികളെ BJP നിർത്തിയിട്ടുണ്ട്. CPM ഞാൻ പറഞ്ഞ ശബരിനാഥിനെ പോലുള്ള ആളുകളെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ CPM അങ്ങനെ ആരെയും നിർത്തിയിട്ടില്ല. ഞാൻ പക്ഷേ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഇടയ്ക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് പ്രകടന പത്രിക അല്ലെങ്കിൽ ഇലക്ഷനിൽ എന്തൊക്കെ ചെയ്യണം ജയിച്ചു വന്നവർ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വന്നപ്പോഴാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാനിടയായത്. തിരുവനന്തപുരം മേഖലാ കമ്മിറ്റി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. 36 പേജുള്ള റിപ്പോർട്ട് എനിക്ക് യാദൃശ്യമായി എൻ്റെ കൈവശം കിട്ടി. ആ റിപ്പോർട്ട് VK പ്രശാന്ത് MLA കഴിഞ്ഞ ദിവസം പേരൂർക്കടയിൽ നടന്നൊരു യോഗത്തിൽ വെച്ച് റിലീസ് ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ പ്രകാശനം ചെയ്തു. ഇങ്ങനെ ഏകദേശം 150ഓളം തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 14 ജില്ലകളിലായി ശരാശരി 10 പഞ്ചായത്തുകൾ എടുത്തുകൊണ്ട് കോർപ്പറേഷനെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒരു 150 സ്ഥാപനങ്ങളിലേക്ക് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞെങ്കിലും 80ഓളം സ്ഥാപനങ്ങൾക്ക് റിപ്പോർട്ട് തയ്യാറാക്കി. തിരുവനന്തപുരത്ത് പുല്ലമ്പാറ പഞ്ചായത്ത്, വെമ്പായം പഞ്ചായത്ത്, ഇന്നലെയോടുകൂടി വെമ്പായം പഞ്ചായത്തിൻ്റെ ഒക്കെ തയ്യാറാക്കി. ഇതിൽ മറ്റ് പഞ്ചായത്തുകളെക്കുറിച്ചോ പഞ്ചായത്തിൽ തയ്യാറാക്കിയതിനെക്കുറിച്ചോ ഒന്നും എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ ആ റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ റിപ്പോർട്ട് ഞാൻ കാണുകയുണ്ടായി. 36 പേജുള്ള റിപ്പോർട്ടുണ്ടായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 17ാം നൂറ്റാണ്ടിലോ 16ാം നൂറ്റാണ്ടിലോ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും ആ റിപ്പോർട്ട് കണ്ടാൽ. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഹരിത കേരള മിഷനിലുള്ള കണ്ണൂരിൽ നിന്നുള്ള ചില ആളുകളോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ചില ആളുകളോ ഒക്കെ കൂടിയിരുന്ന് തയ്യാറാക്കിയ കേശവദാസപുരം വാർഡിൽ മാത്രം സർവേ നടത്താനൊക്കെ തീരുമാനിച്ചും വാർഡിന് മാത്രം തീരുമാനിച്ച് അവസാനം വാർഡിലും സർവേ നടത്തില്ല. ഒരു മനുഷ്യനുമായി അത് കൺസൾട്ട് ചെയ്തിട്ടല്ല ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന. റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും. ആ റിപ്പോർട്ട് നോക്കുമ്പോൾ പരമ്പരാഗതമായി ഞാൻ മനസ്സിലാക്കുന്ന റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരാളിൽ ഒരു 1-2 വ്യക്തികളെയും പിന്നെ കുറച്ച് പരിഷത്ത് പ്രവർത്തകരും കൂടെ ഇരുന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ ഒരു നഗരത്തെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ല. തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ വിഴിഞ്ഞം എയർപോർട്ടും വിഴിഞ്ഞം പോർട്ടും ഇന്റർനാഷണൽ എയർപോർട്ടും അടക്കമുള്ള വളരെ വലിയ ഒരു നഗരമാണ്. നഗരത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ ആറ്റിപ്ര, ഉള്ളൂർ പോലുള്ള ഗ്രാമപഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്തപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ സെമി അർബനായിട്ടുള്ള സ്വഭാവമുള്ള പ്രദേശങ്ങളുമുണ്ട്, പക്ക കോസ്മോപൊളിറ്റൻ സ്വഭാവത്തിലുള്ള പ്രദേശങ്ങളുമുണ്ട്. ഈ പ്രദേശങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളെ രണ്ടായി കാണണം, ഒന്നായിട്ടല്ല ഒന്നിച്ച് കാണുകയും അതിൽ 2-3 സോണുകളായി തിരിച്ചുകൊണ്ട് വളരെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ പോലുള്ള ഒരു രേഖയായിരുന്നു വയ്ക്കേണ്ടിയിരുന്നത്. ഇത് പറയുന്നത് പരമ്പരാഗതമായി പഞ്ചായത്തുകൾ എഴുതുന്ന കൃഷി, വ്യവസായം, ചെറുകിട വ്യവസായം തുടങ്ങി ഇങ്ങനെ ശുചിത്വം, മാലിന്യം എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യം, വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് 10-12 ക്ലാസ്സുകളുണ്ട് ഓരോ പഞ്ചായത്തിലും. ജനകീയാസൂത്രണ ഭാഗമായി കൊടുത്തിട്ട് ഒരു പ്രോട്ടോടൈപ്പ്, സ്റ്റീരിയോടൈപ്പ് സാധനമുണ്ട്. അത് തന്നെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. അതിനെ സംബന്ധിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും വിഴിഞ്ഞം പോർട്ടും ഒക്കെയുള്ള ഈ സിറ്റിയിൽ, ഇപ്പോൾ മെട്രോ ട്രെയിൻ വരാൻ പോകുന്ന സിറ്റിയിൽ എങ്ങനെയാണ് ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയെ വളർത്തിയെടുക്കുക എന്നുള്ളതിൻ്റെ ഗൗരവമായ ചിന്തകളോ യാതൊരു ധാരണയുമില്ലാത്ത റിപ്പോർട്ടാണെന്ന് പറയേണ്ടി വരും. ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്. ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റേഡിയങ്ങൾ, 3 സ്റ്റേഡിയം, ചന്ദ്രശേഖരൻ സ്റ്റേഡിയവും സെൻട്രൽ സ്റ്റേഡിയവും പിന്നെ GV രാജ സ്റ്റേഡിയം, അങ്ങനെ 3 സ്റ്റേഡിയം അടുത്തിരിക്കുന്ന ഒരു കണ്ണത്തം ദൂരത്തിരിക്കുന്ന ഒരു ജില്ല അല്ലെങ്കിൽ ഒരു തലസ്ഥാന നഗരം, അതുപോലെ തന്നെ പൂജപ്പുര പോലുള്ള സെൻട്രൽ ജയിലുകൾ വളരെ നഗരത്തിനകത്തിരിക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള ഒരുപാട് നഗരത്തിന്റെ ഒരു സ്ഥലപരമായ സ്ഥാനീയമായ സവിശേഷതകളൊന്നും പരിഗണിക്കാതെ, ഭൂമിശാസ്ത്രം പരിഗണിക്കാതെ, നഗരത്തിലെ 10 ലക്ഷം വരുന്ന ജനങ്ങളുടെ സ്വഭാവം പരിഗണിക്കാതെ, അവരിൽ നല്ലൊരു ഭാഗത്തിനും തൊഴിൽ കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കാതെ, ടെക്നോ പാർക്കിന്റെ വികസനം കാണാതെ, കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കിന്റെ പുതിയ വികസന സാധ്യതകൾ നോക്കാതെ, തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിന് പോലുള്ള സ്ഥാപനങ്ങളുടെയും ശ്രീത്രയുടെയും
രാജീവ് ഗാന്ധി സെന്റർ പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളുടെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കാതെ അതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓരോ ഉൽപ്പാദന മേഖലയിൽ എങ്ങനെ കാര്യങ്ങൾ വേണം, പശ്ചാത്തല സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, ഇനി ഉണ്ടായി വരേണ്ട തൊഴിൽ സംരംഭങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കണം, എവിടെയാണ് വികസിപ്പിക്കേണ്ടത്, ഏത് 2-3 സോണുകളായി തിരിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞ പോലെ 2-3-4 സോണുകളായി തിരിച്ചുകൊണ്ട് ഓരോ സോണിലും എന്തൊക്കെ വികസനമാണ് വരേണ്ടതെന്നും അതിന്റെ പ്രയോറിറ്റി എന്തായിരിക്കണമെന്നൊക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു നഗര മാസ്റ്റർ പ്ലാനാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ഗ്രാമപഞ്ചായത്തിൽ എഴുതി പിടിപ്പിക്കും പോലെ 10-15 മേഖലകൾ മാത്രം എഴുതി പിടിപ്പിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ റിപ്പോർട്ട് ഒരു ഗ്രാമപഞ്ചായത്തിനൊക്കെയാണ്, പക്ഷേ ആ ഒരു നഗരസഭ പോലുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് ഒരു മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ നഗരസഭയിൽ കൃത്യമായി മറ്റു ചില അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനമാകട്ടെ, റിംഗ് റോഡുകളുടെ വികസനമാകട്ടെ, സാറ്റലൈറ്റ് സിറ്റികൾ രൂപീകരിക്കുന്ന തിരുവനന്തപുരം സിറ്റിയുടെ പോപ്പുലേഷനും മൈഗ്രേഷനും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് സാറ്റലൈറ്റ് സിറ്റികൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് നെടുമങ്ങാട്, വട്ടിയൂർക്കാവിന്റെ അപ്പുറമുള്ള കാട്ടാക്കട, നെടുമങ്ങാട്, വർക്കല, ആറ്റിങ്ങൽ തുടങ്ങിയ വിവിധ നെയ്യാറ്റിങ്കര പോലുള്ള വിവിധ സ്ഥലങ്ങളിൽ സാറ്റലൈറ്റ് സിറ്റികൾ വികസിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളും തിരുവനന്തപുരം സിറ്റിക്കകത്തുണ്ടാകുന്ന വികസനത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റൊരു തരത്തിലേക്ക് കാണുവാനുള്ള ഒരു വലിയ കാഴ്ചപ്പാടോ സമീപനമോ ഒന്നുമില്ലാതെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. നേരിട്ടങ്ങ് വിഷയങ്ങളിൽ കയറുന്ന പാർപ്പിടം, എല്ലാവർക്കും പാർപ്പിടമില്ല, എല്ലാവർക്കും ഊർജ്ജം കൊടുക്കണം, എല്ലാവർക്കും വീട് കൊടുക്കണം, എല്ലാവർക്കും കക്കൂസ് കൊടുക്കണം, എല്ലാവർക്കും കിണർ കൊടുക്കണം, എല്ലാവർക്കും പൈപ്പിലൂടെ വെള്ളം കൊടുക്കണം, ഇങ്ങനെ പറയുന്ന ഡിമാൻഡുകളുടെ ഒരുപാട് ഡിമാൻഡുകളുടെ ജനങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തതല്ലാതെ എന്താണ് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സമീപനം എന്തായിരിക്കണം, 2030 നഗരസഭ എങ്ങനെ ആയിരിക്കണം, നഗരസഭാ പ്രദേശം 2050 നഗരസഭാ പ്രദേശം എന്തായിരിക്കണം, 2030 ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പോപ്പുലേഷൻ എത്ര, ഇവിടെ വരുന്ന മൈഗ്രേഷൻ എത്ര, അത് ഡെയിലി മൈഗ്രേഷൻ, വീക്ക്ലി മൈഗ്രേഷൻ, മന്ത്ലി മൈഗ്രേഷൻ, ഇയർലി മൈഗ്രേഷൻ എത്ര, അവരെ ഉൾക്കൊള്ളുന്നതിന് നഗരത്തിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുണ്ട്, അത് പിന്നെ ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിലാകട്ടെ, വിമാനത്താവളത്തിന്റെ കാര്യമാകട്ടെ, അതുപോലെ എയർപോർട്ടിന്റെ വികസനമാകട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ആകട്ടെ, മറ്റ് വികസന മേഖലകളാകട്ടെ, അത് സ്വകാര്യമാകട്ടെ പൊതുവാകട്ടെ, അങ്ങനെ എന്തുമാത്രം ട്രാൻസ്പോർട്ട് രംഗം അടുത്ത 10, 20, 30 വർഷം കൊണ്ട് ഉണ്ടാകുന്ന പോപ്പുലേഷനെ കൂടി കണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് എന്താണ് ഉണ്ടായി വരേണ്ടത്, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടുത്തെ നഗരത്തിലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള പരിപാടി എന്താണ്, നമ്പർ 2. ഇവിടുത്തെ മാലിന്യം മുഴുവൻ സംസ്കരിക്കുന്നതിനുള്ള പരിപാടി എന്താണ്, മാലിന്യ സംസ്കരണം പോലെ തന്നെ പുതിയ പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ചിന്ത എന്താണ്, അപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ ഒരു നഗരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ക്ലൈമറ്റ് ചേഞ്ച്, തിരുവനന്തപുരത്തെ കാലാവസ്ഥാ വ്യതിയാനവും വായു മലിനീകരണവും വലിയൊരു പ്രശ്നമാണ് തിരുവനന്തപുരത്ത്. ആ പല റിപ്പോർട്ടുകളും വന്നിട്ടുള്ളത്, അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, കരമനയുടെയും കിള്ളിയാറിന്റെയും നദിയുടെ മാലിന്യം വലിയ വിഷയമാണ്, അത് വറ്റിപ്പോകുന്ന വിഷയങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് പ്രകടന പത്രിക, ഒരു നഗരത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടല്ലോ, ആ പരിപ്രേക്ഷ്യത്തിൽ ഊന്നിയിട്ടുള്ള വളർന്നു വരുന്ന ജനസംഖ്യയെ കൂടി കണക്കാക്കിക്കൊണ്ടുള്ള, ദിവസവും ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പ്രകടന പത്രിക ഉണ്ടാകുന്നതിന് പകരം കുറേ ഡിമാൻഡുകൾ, പരമ്പരാഗത ശൈലിയിലുള്ള കുറേ ഡിമാൻഡുകൾ എടുത്ത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചുകൊണ്ട് കുത്തിക്കെട്ടി ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നതായിട്ടാണ് തോന്നിയത്. പക്ഷേ അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പേരിൽ വേണ്ടായിരുന്നു. പരിഷത്ത് കുറെ കൂടി ഗഹനമായി കാര്യങ്ങൾ പഠിച്ചു ചെയ്യുന്ന ഒരു സംഘടനയാണ്, അവരെ പേരിൽ ഇത് വേണ്ടായിരുന്നു. മാത്രമല്ല റിപ്പോർട്ടിൽ ആരുടെയും പേരും വെച്ചിട്ടില്ല, എഡിറ്റർ ആരാണ് തയ്യാറാക്കിയിരിക്കുന്നത്, തയ്യാറാക്കിയ ടീം ആരാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊന്നും യാതൊന്നും പറയാത്ത ഒരു ഉഡായിപ്പ് റിപ്പോർട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയല്ല ഇത്. പക്ഷേ തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചുള്ള നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ റിപ്പോർട്ട് കൊള്ളാമോ അയ്യോ നോക്കാനല്ല, മോശമാണോ നോക്കാനല്ല. ഈ വീഡിയോയുടെ ലക്ഷ്യം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടിയ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോട് കൂടിയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രകടന പത്രികയാണ് തിരുവനന്തപുരത്തിന് വേണ്ടത്. അതുണ്ടായി വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആക്ഷേപം.